തരൂർ തുടരുമോ മാറ്റം വരുമോ? തരൂർ തന്നെ തുടരും. തരൂർ തുടരും. ഉറപ്പാണ്. ഉറപ്പ് 100% ഉറപ്പ്. തരൂർ തുടരും. കേന്ദ്രത്തിൽ മാറ്റം വരും. കേന്ദ്രത്തിൽ മാറ്റം വരും. തരൂർ തന്നെ തുടരും. തരൂർ തുടരും. തരൂർ മാറ്റം വരില്ല. തുടരണം. തുടരണം. തരൂരിന് ഒരു വോട്ട്. നമ്മളെ കമ്മ്യൂണിസ്റ്റാണ്. തരൂരായിരിക്കും മിക്കവാറും. തരൂരായിരിക്കും. മാറ്റം വരാൻ സാധ്യതയില്ല. മാറ്റം വരാൻ സാധ്യതയില്ല. തരൂർ തുടരുമോ മാറ്റം വരും? തുടരും. ഉറപ്പാ. അതിലൊരു ക്വസ്റ്റ്യൻ ഇല്ല, ഉറപ്പാണ്. ഏപ്രിൽ 26 ഇലക്ഷൻ ആണല്ലോ. ആണ്. ചേട്ടന് വോട്ടുണ്ടോ? ഉണ്ട്. തരൂർ തുടരുമോ മാറ്റം വരും? തരൂർ തുടരും എന്നാണ് ഇതുവരെയുള്ള നിലവാരം. കേൾവിയല്ല, സത്യം. തരൂർ തുടരണം. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ ഈ സഖ്യങ്ങളെല്ലാം ഇപ്പം BJPക്ക് എതിരാണ്. മഹാരാഷ്ട്ര പോലും മഹാഗാഡി സഖ്യം പോയി നിൽക്കുകയാണ്. അവിടെ ഇപ്പം ശിവസേനയും NCPയും കോൺഗ്രസും കൂടെ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം പറയുന്ന സർവേ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. എങ്കിലും ഒരു 20-25 സീറ്റോളം കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 2-3 സീറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇപ്രാവശ്യം 10-25 സീറ്റ് കിട്ടും ഇന്ത്യ മുന്നണിക്ക്. അതുപോലെ തന്നെ ബീഹാർ 40 സീറ്റുണ്ട്. 40 സീറ്റിൽ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിക്ക് ഒരു 15 സീറ്റ് ഇടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തെലങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം UPക്ക് മറ്റേ ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കുറവായിരുന്നു. ഒരു സീറ്റായിരുന്നു. ഇനി 2 സീറ്റായിരുന്നു. ഇപ്രാവശ്യം അത് അല്പം കൂടെ കൂടും. അതുപോലെ നമ്മളെ ഇവിടെ കർണാടകയിൽ മാറ്റം വരും. അപ്പോൾ തരൂർ തുടരും. കേന്ദ്രത്തിൽ മാറ്റം വരും. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അനിൽ എന്നാണ്. താങ്ക് യു വെരി മച്ച്. തരൂർ തുടരാൻ ചാൻസ് ഉണ്ട്. വോട്ടുണ്ടോ ചേട്ടന്? വോട്ട് ചെയ്യുമോ? വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. അതല്ല പറയാൻ പറ്റില്ല. എന്നാലും ചാൻസ് കൂടുതൽ അംഗീകരിക്കണം. ചാൻസ് കൂടുതൽ തരൂരിന്. ആര് ജയിക്കാനാണ് സാധ്യത? ആരും ഒന്നും പറയാറായിട്ടില്ല. തരൂർ മാറുമോ? എന്തോ മാറുമെന്തോ. തുടരുമോ മാറുമോ? മാറൂല. മാറത്തില്ല. അപ്പോൾ തരൂർ ജയിക്കാനാ സാധ്യത? പന്നിൻ ജീവിതത്തിന് സാധ്യതയുണ്ട്. നേരത്തെ ഇവിടെ MP ആയിരുന്ന ആളാണ്. ആര് ജയിക്കാനാ സാധ്യത? LDFിൻ്റെ പന്യൻ രവീന്ദ്രൻ ജയിക്കാൻ സാധ്യത. ഉറപ്പാണോ? അതെ. അപ്പം മാറ്റം വരും. പറയാൻ പറ്റില്ല. ഇലക്ഷനല്ലേ. കേന്ദ്രത്തിലോ? കേന്ദ്രത്തിൽ മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യം വരണം. അതാണ് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം വരണം. വാർത്തയൊക്കെ കാണുന്ന ആളാണ്. വന്നേ ഒക്കെ ഉള്ളൂ. ഏപ്രിൽ 26 ഇലക്ഷൻ ആണല്ലോ. വോട്ടുണ്ടോ? നിയമമണ്ഡലത്താണോ? അതെ. ആര് ജയിക്കാനാ സാധ്യത? ശശി തരൂരിനെ ജയിക്കാൻ സാധ്യത. ഏപ്രിൽ 26 ഇലക്ഷൻ അല്ലയോ? അപ്പം ആര് ജയിക്കാനാ സാധ്യത? ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അപ്പം മാറ്റം വരും. മാറ്റം വേണം. വോട്ടുണ്ടോ? വോട്ടുണ്ട്. വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യും. ഏപ്രിൽ 26 ഇലക്ഷൻ അല്ലയോ? ആര് ജയിക്കാനാ സാധ്യത? ശശി തരൂർ ജയിക്കാനാണ് സാധ്യത. തരൂർ ജയിക്കും. നന്മ തുടരും. ഉണ്ട്. വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യും. ആര് ജയിക്കാനാ സാധ്യത? അങ്ങനെ ആരാണെന്ന് പറയാറായിട്ടില്ല. എല്ലാം ത്രികോണ മത്സരങ്ങളാണ്. തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? തരൂർ തുടരുമോ എന്നുള്ള മാറ്റം വരുമെന്നുള്ള പറയാൻ പറ്റത്തില്ല. രണ്ടും LDFും UDFും ഒരേ മേനിക്ക് നിൽക്കുകയാണ്. NDAയും അതിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിലും ഇവർ രണ്ടുപേരിലും കൂടുതൽ ചാൻസ് ഉണ്ട്. ആണ്. അപ്പം ഒന്നെങ്കിൽ CPI വരും അല്ലെങ്കിൽ കോൺഗ്രസ് വരും എന്നാണ് ചേട്ടൻ പറയുന്നത്. തരൂർ തുടരാൻ ചാൻസ് ഉണ്ട്. തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? തരൂരായിരിക്കും മിക്കവാറും. തരൂരായിരിക്കും. മാറ്റം വരാൻ സാധ്യതയില്ല. ഇല്ല. വോട്ട് ചെയ്യും. തീരുമാനമായിട്ടില്ല. പറയുന്നതൊക്കെ കേട്ടിട്ട് ഇനി സമയം എടുക്കും. തുടരാനാ സാധ്യത? നന്മ തുടരും. ഏപ്രിൽ 26 ഇലക്ഷൻ. വോട്ടുണ്ടോ? വോട്ടുണ്ട്. ആര് ജയിക്കാനാ സാധ്യത? ശശി തരൂർ ജയിക്കും. ജയിക്കണം. മാറ്റം വരത്തില്ല. വരില്ല. കേന്ദ്രത്തിലോ? കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ് വരാനായിട്ട് സാധ്യത ഉണ്ട്. തരൂർ തുടരാൻ സാധ്യതയുണ്ട്. തരൂർ തുടരാൻ സാധ്യതയുണ്ട്. ഉണ്ട്. കേന്ദ്രത്തിലോ? കേന്ദ്രത്തിൽ ഒരു ഭരണം മാറി വരും. തരൂർ തുടരും. സംശയമൊന്നുമില്ല. ഏപ്രിൽ 26 തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? മാറ്റം വരില്ല. തരൂർ തന്നെ തുടരും. മാറ്റം വരില്ല. തുടരണം. തരൂരിനൊരു വോട്ട്. നമ്മളെ കമ്മ്യൂണിസ്റ്റാണ്.
തരൂർ തുടരുമോ മാറ്റം വരുമോ? തുടരും, ഉറപ്പാ. തുടരും, ഉറപ്പാ. ഉറപ്പാ. അതിലൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇല്ല, ഉറപ്പാണ്. വോട്ടുണ്ടോ? വോട്ടുണ്ട്. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. കേന്ദ്രത്തിൽ മാറ്റം വരുമോ? അതിനെപ്പറ്റി അറിയില്ല. ഇവിടെ തരൂർ സാറേ വരത്തുള്ളൂ, അത് ഉറപ്പാണ്. 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 ഉറപ്പിച്ച് പറയാം. ഉറപ്പിച്ച് പറയാം. അപ്പോൾ കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് ജയിക്കണം. ജയിച്ചാലേ എന്തെങ്കിലും ഇന്ത്യ മാറ്റം ജയിക്കും. വരുത്തുള്ളൂ. ഇന്ത്യ ജയിക്കണം. ഏപ്രിൽ 26 വോട്ടുണ്ട്. വോട്ടുണ്ട്. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. മോനി അവിടെ ക്യാമറ. വോട്ടുണ്ടല്ലോ. വോട്ടുണ്ട്. തരൂർ തുടരുമോ മാറ്റം വരുമോ? തരൂർ തുടർന്നാൽ മാറ്റം വരും. തരൂർ തുടർന്നാൽ കേന്ദ്രത്തിൽ മാറ്റം വരും. കേന്ദ്രത്തിൽ മാറ്റം വരും. ഇവിടെ മാറ്റം വരും. മാറ്റം വരും. മാറ്റം വരണോ? മാറ്റം വരണം. എന്നത് എല്ലാം മാറണം. എല്ലാം മാറണം. ഒന്നും ശരിയല്ല. ശരിയല്ല. എല്ലാം ശരിയാക്കണം. ആക്കണം. ആരാക്കും? ശശി തരൂർ വരണം. ശശി തരൂർ വരണം. ആത്മാർത്ഥമായിട്ട് പറയാം. ആത്മാർത്ഥമായിട്ട് 26 വോട്ടുണ്ട്. ഉണ്ട്. വോട്ട് ചെയ്യും. ചെയ്യും. ആലോചിച്ച് വോട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. തരൂർ തുടരുമോ മാറ്റം വരുമോ? അറിയില്ല കേട്ടാ. ഇവിടെ തരൂർ തന്നെ. ഇവിടുന്ന് ജയിക്കും. തരൂർ തുടരുമോ മാറ്റം വരുമോ? തരൂരായിരിക്കും. നമ്മുടെ വോട്ട് തരൂരിന് ആണ് അല്ലേ? എന്തിന്? കേന്ദ്രത്തിൽ മാറ്റം വരുമോ? കേന്ദ്രത്തിന് മാറ്റം വരണം. കേന്ദ്രത്തിൽ മാറ്റം വരണം. അതേ കാര്യമുള്ളൂ. തരൂർ തുടരുമോ മാറ്റം വരുമോ? തുടരുമെന്നാണ് പ്രതീക്ഷ. തുടരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ തരൂർ തുടരും. കേന്ദ്രത്തിൽ മാറ്റം വരുമോ അതോ കേന്ദ്ര സർക്കാർ തുടരുമോ? അതിനെപ്പറ്റി ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഒന്നും പറയാറായിട്ടില്ല. തരൂർ തുടരുമോ മാറ്റം വരുമോ? തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റം അനിവാര്യമാണ്. മാറ്റം അനിവാര്യമാണ്. തരൂർ തുടർന്നാൽ കേന്ദ്രത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. തീർച്ചയായിട്ടും. തരൂർ തുടരുമോ മാറ്റം വരുമോ? തരൂർ തന്നെ തുടരും. തരൂർ തുടരും. ഉറപ്പാണ്. ഉറപ്പ്. 100% ഉറപ്പ്. വോട്ട് ചെയ്യുമോ? തരൂരിന് തന്നെ ഇപ്രാവശ്യം വോട്ട്. തരൂരിനാണ് വോട്ട്. തരൂരിന് തന്നെ വോട്ട്. തരൂർ ജയിക്കും. തരൂർ ജയിക്കും. ഒരു മാറ്റമില്ല. കേന്ദ്രത്തിൽ തുടർഭരണം കാണുമോ? തുടർഭരണം കേന്ദ്രം BJP തന്നെ ഭരിക്കും. പക്ഷേ തരൂരും ഇപ്രാവശ്യം തരൂർ തന്നെ. വോട്ടുണ്ടല്ലോ അല്ലേ? വോട്ടുണ്ട്. വോട്ട് ചെയ്യും. തരൂർ തുടരുമോ മാറ്റം വരുമോ? അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ചെറിയൊരു ചെറിയ ഡൗട്ടുണ്ട്. തരൂർ ഡൗട്ടുണ്ട്. കേന്ദ്രത്തിൽ തുടർഭരണം കാണുമോ? കേന്ദ്രത്തിൻ്റെത് മിക്കവാറും മോദി തന്നെ വരും. അതൊന്നും പറയാൻ പറ്റില്ല. തരൂർ തുടരുമോ മാറ്റം വരും? ശശി തരൂർ തന്നെ ജയിക്കും. ശശി തരൂർ ജയിക്കും. പറയാൻ കാരണം പുള്ളി ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ശശി തരൂർ തന്നെ ജയിക്കും. മണ്ഡലത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉറപ്പുണ്ട്. പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിൽ പുള്ളി ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്. ഇവിടെ സംസ്ഥാനത്ത് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശശി തരൂർ മണ്ഡലത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ. കേന്ദ്രത്തിൽ തുടർ ഭരണത്തിന് സാധ്യതയുണ്ടോ? ഇല്ല. ഇന്ത്യ സഖ്യം ജയിക്കും. 26 വോട്ടുണ്ട്. വോട്ടിന് ശേഷം. താങ്ക് യു വെരി മച്ച്. തരൂർ തുടരുമോ മാറ്റം വരുമോ? രാഷ്ട്രീയത്തിലെ അഭിപ്രായം നോ കമന്റ്സ്. ഇച്ചിജി വോട്ട് ചെയ്തില്ലേ? വോട്ട് ചെയ്യത്തില്ലേ? വോട്ട് ചെയ്യും. നമ്മുടെ അധികാരമല്ലേ? അധികാരമാണ്. വോട്ട് ചെയ്യും. നമുക്ക് അപ്പോഴത്തെ ആരാണോ നമ്മളുടെ ആ ഒരു അപ്പോഴത്തെ എന്താരാണ് മീൻസ് ഇപ്പം അവിടെ നിൽക്കുന്ന എനിക്ക് കൂടുതൽ ആരായിട്ടായിരിക്കും അതായിരിക്കും. ഇപ്പം എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഞാൻ അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല. തരൂർ തുടരുമോ മാറ്റം വരുമോ? തുടരും. തരൂർ തുടരും. കേന്ദ്രത്തിൽ മാറ്റം വരുമോ? മാറ്റം വരും. ഇന്ത്യ മുന്നണി ജയിക്കും. വോട്ട് ചെയ്യും. മാറ്റം വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. കേന്ദ്രത്തിലോ? കേന്ദ്രത്തിൽ മാറ്റം വരില്ല. ഉറപ്പാണ്. തരൂര് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എൻ്റെ വോട്ട് എവിടെയാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. പറയത്തില്ല. പക്ഷേ തരൂർ ജയിക്കുമെന്നാണ് വിശ്വാസം. കാറ്റടിക്കുന്നുണ്ടോ? അതെ. ഇടത്തോട്ടോ വലത്തോട്ടൊന്നല്ല. വലത്തോട്ട് ഇപ്പം നിൽക്കുന്ന ആൾ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും വലത്തിപ്പോൾ രാജീവ് ചന്ദ്രശേഖരാണ്. ചന്ദ്രശേഖരൻ ഒരു കാരണവശാലും ജയിക്കില്ല. ഇവിടെ ജയിക്കാൻ സമ്മതിക്കത്തില്ല. വെറുതെ ചുമ്മാ നിൽക്കുന്നത് ഷോയ്ക്ക് വേണ്ടി. കേട്ടോ? തരൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട്. അതെ, ജയിക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 26 വോട്ടിംഗ് ഉണ്ട്. വോട്ട് ചെയ്യും. തരൂർ ജയിക്കും. 26 ഇലക്ഷൻ ആണല്ലോ. അതെ. വോട്ട് ചെയ്യും. വോട്ടുണ്ടോ? ഉണ്ട്. തരൂർ ജയിക്കുമോ മാറ്റം വരുമോ? തരൂർ
തരൂർ ജയിക്കും. ഓ, ചോദ്യം തീർന്നു പോലില്ലല്ലോ. തരൂർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നേമം മണ്ഡലത്തിൽ കരമന ജംഗ്ഷനിലാണ്. ഇന്ന് വൈകുന്നേരം തുടങ്ങിയ അഭിപ്രായ സർവേ ഇപ്പോൾ ഞങ്ങൾ നിർത്തുമ്പോൾ അധികം പേരും പറയുന്നത് തരൂർ തന്നെ എന്നാണ്. എന്നാൽ ഇതിൻ്റെ വാസ്തവം അറിയാൻ ഏപ്രിൽ 26 വരെ കാത്തിരിക്കാം.